അർജുനെ കണ്ടെത്താനുള്ള ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് ഇനി. ഐബോർഡ് സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ഐബോർഡ് സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങിയാൽ 2 മണിക്കൂറിനുള്ളിൽ ഇമേജ് കിട്ടാം. ലോറിയുടെ കൃത്യമായ സ്ഥാനം എവിടെയാണ് എന്ന് നിർണ്ണയിക്കാൻ ആവും എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഏകദേശം 3 മണിയോടുകൂടി തന്നെ ഈ ഇമേജ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഐബോർഡ്, ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടിംഗ് സിസ്റ്റം, ഈ സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. വെള്ളത്തിനടിയിലുള്ള ലോറിയുടെ കൃത്യമായ സ്ഥാനം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 5 മീറ്റർ താഴ്ചയിൽ കുറഞ്ഞത് ലോറി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായിട്ട് ലോറി എങ്ങനെയാണ് കിടക്കുന്നത്, ഇത് തലകീഴായി ആണോ കിടക്കുന്നത്, ക്യാബിൻ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഐബോർഡ് ഉപയോഗിച്ചുള്ള തിരച്ചിൽ. അത് ഡ്രോൺ ബേസ്ഡ് ആണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഐബോർഡ് സിസ്റ്റം. അങ്ങനെ അതിന്റെ ബാറ്ററി വരുവാനുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്തായാലും ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഐബോർഡ് സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം എവിടെയാണ് ലോറിയുടെ കൃത്യമായ ആ സ്ഥാനം ഉള്ളത്. അതറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ നേവിയുടെ ഡൈവർമാർക്ക് പുഴയിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അവിടെ മറ്റൊരു തടസ്സം കൂടിയുള്ളത് പുഴയുടെ ഒഴുക്ക് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. പുഴയുടെ ഒഴുക്ക് കുറഞ്ഞാൽ, പ്രത്യേകിച്ച് അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ഡൈവർമാർക്ക് ഇറങ്ങി കൃത്യമായിട്ട് ഈ ലോറി പൊക്കിയെടുക്കുന്നതിന് വേണ്ട അടുത്ത ശ്രമം, ആ ഹുക്കിടുക, അതുകൂടി നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. അതിനേക്കാൾ ഏറ്റവും പ്രധാനം അർജുൻ ഈ ക്യാബിനിൽ ഉണ്ടോ, ലോറിയിൽ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിലേക്ക് പോകുവാനുള്ള ഏറ്റവും അതിനിർണായക മണിക്കൂറുകളാണ് ഇപ്പോൾ. KV ബൈജു ഉണ്ട് ഷിരൂരിൽ, ഈ അപകടം നടന്ന സ്ഥലത്ത്. ബൈജു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ് ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം, ദൗത്യ സംഘം ഐബോർഡ് പ്രവർത്തിച്ചു തുടങ്ങിയല്ലോ? നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നാവികസേനയുടെ മറ്റെല്ലാ തെരച്ചിലുകളും മാറ്റിവെച്ച് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിനിർണായകമായ ആ പരിശോധന അത് അല്പസമയം മുമ്പ് ആരംഭിക്കും. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം എന്തായാലും ലഭിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ പരിശോധനയിൽ ഒരു പക്ഷേ നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടാകാം. അർജുനരികിലേക്ക് ആ ഡ്രോൺ ഏതായാലും എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷയോട്, ശുഭപ്രതീക്ഷയോട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഏതായാലും നിരവധി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ സന്നാഹമാണ് ഈ ദുരന്ത ഭൂമിയിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഇന്നലത്തേതിനും അതിനു മുമ്പത്തെ ദിവസങ്ങളിലുമൊക്കെ കാണാത്ത രീതിയിലുള്ള വലിയ സന്നാഹം. അത്തരത്തിൽ ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അർജുനിലെ അരികിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കാലാവസ്ഥ അത്ര മോശമല്ല, പക്ഷേ മഴ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് അതിശക്തമായ മഴയായിരുന്നു, ശക്തമായ കാറ്റായിരുന്നു. മഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴയുടെ അടിയൊഴുക്ക് അത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അത് തന്നെയാണ് ഇപ്പോൾ. ലോറിയുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തണം എന്നുള്ളതാണ് അതിനിർണായകം. ലോറിയുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തണം. കുറഞ്ഞത് 5 മീറ്റർ താഴെയാണ് ഉള്ളത് എന്ന് നേവിയുടെ സോണാർ സിസ്റ്റം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് കണ്ടത്. പക്ഷേ അത് എക്സാക്ട് പൊസിഷൻ എവിടെയാണ് എന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യസ്ഥാനം അറിഞ്ഞാൽ മാത്രമേ നേവിക്ക് പുഴയിൽ ഇറങ്ങുവാൻ കഴിയുകയുള്ളൂ. നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി ഈ ലോറിയുടെ ക്യാബിൻ ആദ്യം പരിശോധിക്കുവാൻ കഴിയുകയുള്ളൂ. ഐബോർഡ് സിസ്റ്റം ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ലോറിയുടെ സ്ഥാനം, ലോറിയുടെ കിടപ്പ്, ഇതെല്ലാം കൃത്യമായി നിർണ്ണയിക്കുവാൻ വേണ്ടി ഇത് സൈന്യം ഉപയോഗിക്കുന്നതാണ് ഈ സിസ്റ്റം. ലോറിയുടെ കൃത്യസ്ഥാനം ഐബോർഡിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇതിനേക്കാൾ വലിയൊരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുവാൻ ഇപ്പോൾ എന്തായാലും ഇല്ല. AI സാങ്കേതിക വിദ്യയോടുകൂടിയാണ് ഇതുള്ളത്. ഡ്രോൺ ഉപയോഗിച്ചാണ് ഐബോർഡിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഡ്രോൺ ബേസ്ഡ് സിസ്റ്റമാണ് ഐബോർഡ്, ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. ഇതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം വിത്ത് ഡ്രോൺ ബേസ്ഡ് അത്യാധുനികമായ ഒരു സംവിധാനമാണ്. അത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന് ഇത് ഉപയോഗിക്കുന്നതിൽ അതിവൈദഗ്ധ്യമാണ് ഉള്ളത്. ഐബോർഡ് ബാറ്ററിക്കായാണ് കാത്തിരുന്നത്. അത് വന്നു കഴിഞ്ഞു. അത് രാജധാനി എക്സ്പ്രസിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ആ സിസ്റ്റത്തിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പ്രവർത്തിച്ചു തുടങ്ങിയാൽ 2 മണിക്കൂറിനുള്ളിൽ ചിത്രം കിട്ടാം എന്നുള്ളതാണ്. അതായത് ഇമേജ് കിട്ടാം, കൃത്യമായ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് കിട്ടാം. ഐബോർഡ് വഴി അത് കിട്ടുകയും ചെയ്യും. ലോറിയുടെ കൃത്യസ്ഥാനം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മറ്റു ചില തടസ്സങ്ങൾ കൂടി ഇതിനകത്തുള്ളത്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അങ്ങനെ പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി പുഴയുടെ ഒഴുക്കാണ് തടസ്സമായിട്ടുള്ളത്. പുഴയുടെ ഒഴുക്ക് മേൽത്തട്ടിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേവി പറഞ്ഞ കണക്കനുസരിച്ച്
7 നോട്ടിക്കൽ മൈൽ മേൽത്തട്ടിൽ ഒഴുക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ അടിത്തട്ടിൽ അത് ഏകദേശം അതിന്റെ 1/3 കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ 9 മുതൽ 10 വരെ നോട്ടിക്കൽ മൈൽ ഒഴുക്കാണ് അടിയൊഴുക്കായിട്ട് ഇപ്പോൾ പുഴയിൽ ഉള്ളത്.